നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. അപ്പോൾ ഇന്ന് കറണ്ട് അഫെയർ സീരീസാണ്. കറണ്ട് അഫെയർ സീരീസ് 2024 ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സന്ദർശിച്ച് ക്ലാസ്സുകൾ കാണുക. ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ 2024 അവലോകനത്തിനായി രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ജഗദംബിക പാലാണ്. ജഗദംബിക പാൽ. കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ 2024 അവലോകനത്തിനായി രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാണ് ജഗദംബിക പാൽ. ഓക്കെ, അപ്പം വഖഫ് ഭേദഗതി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ജഗദംബിക പാലാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് വന്നത് ഏതാണ്? ഗുരു ഖാസിനാഥ് തമോർ പിങ്കള ടൈഗർ റിസർവ് ആണ്. ഗുരു ഖാസിനാഥ് തമോർ പിങ്കള ടൈഗർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ഗുരു ഖാസിനാഥ് തമോർ പിങ്കള ടൈഗർ റിസർവ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഛത്തീസ്ഗഡ്. 2024 പ്രഖ്യാപിച്ച 56ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ഗുരു ഖാസിനാഥ് തമോർ പിങ്കള ടൈഗർ റിസർവ്. അപ്പോൾ ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. കൂടാതെ എത്രാമത് കടുവാ സംരക്ഷണ കേന്ദ്രമാണ്? 56ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. 2024 ഇതിനെ കടുവാ സംരക്ഷണ കേന്ദ്രം അഥവാ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിക്കുന്നത്. കുട്ടികളുടെ ഭാവി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന ദീർഘകാല സമ്പാദ്യ പദ്ധതിയാണ് NPS വാത്സല്യ. NPS വാത്സല്യ ഏത് വിഭാഗക്കാർക്കുള്ളതാണ്? കുട്ടികൾക്കുള്ളതാണ്. NPS വാത്സല്യ എന്ന പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആരാണ്? കുട്ടികളാണ്. കുട്ടികളുടെ ഭാവി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന ദീർഘകാല സമ്പാദ്യ പദ്ധതിയാണ് NPS വാത്സല്യ. ഓരോ പോയിന്റ് ശ്രദ്ധിച്ചോളണം. ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ കറണ്ട് അഫെയർ വരെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഹ്രസ്വകാല പദ്ധതി എന്നൊക്കെ ചോദിക്കാം. എങ്ങനെയാണ്? ദീർഘകാല സാമ്പത്തിക പദ്ധതിയാണ് NPS വാത്സല്യ. ഇത്തിരി നീളമുള്ള പേരല്ലേ, കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് എന്നൊന്ന് ആലോചിച്ച് വെച്ചേക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഏതാണ്? സാൻ ഫെർണാണ്ടോയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. അപ്പോൾ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ല് 2024 അവലോകനത്തിനായി രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാരാണ്? ജഗദംബിക പാലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ഗുരു ഖാസിനാഥ് തമോർ പിങ്കള ടൈഗർ റിസർവ്, ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ 56ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണിത്. 2024 പ്രഖ്യാപിക്കുന്നത്. കുട്ടികളുടെ ഭാവി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന ദീർഘകാല സമ്പാദ്യ പദ്ധതിയാണ് NPS വാത്സല്യ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഏതാണ്? സാൻ ഫെർണാണ്ടോയാണ്. സാൻ ഫെർണാണ്ടോ. എല്ലാം ക്ലിയർ ആണല്ലോ. ജഗദംബിക പാൽ ആരാണ്? തമോർ പിങ്കള ടൈഗർ റിസർവ്. ഗുരു ഖാസിനാഥ് തമോർ പിങ്കള ടൈഗർ റിസർവിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് എത്രാമത് ടൈഗർ റിസർവാണ്? കുട്ടികളുടെ പദ്ധതി NPS വാത്സല്യ എന്താണ് എന്ന് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോകാം. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമാണ് കോഴിക്കോട്. സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ നിർമ്മിത ബുദ്ധിയിലൂടെ കെൽട്രോൺ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ടൂളാണ് ഡിജി സ്മാർട്ട്, കെല്ലി എന്നിവ. അപ്പോൾ ഡിജി സ്മാർട്ട്, കെല്ലി എന്നിവയാണ് സോഫ്റ്റ്വെയർ ടൂളുകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ നിർമ്മിത ബുദ്ധിയിലൂടെ കെൽട്രോൺ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ടൂളുകളാണ് ഏതൊക്കെ? ഡിജി സ്മാർട്ട്, കെല്ലി. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമാണ് കോഴിക്കോട്. സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ നിർമ്മിത ബുദ്ധിയിലൂടെ കെൽട്രോൺ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ടൂളുകൾ ഏതൊക്കെയാണ്? ഡിജി സ്മാർട്ട്, കെല്ലി എന്നിവയാണ്. നിലമ്പൂർ തേക്കിന് GI ടാഗ് ലഭിച്ചു. അപ്പോൾ നിലമ്പൂർ തേക്കിന് ഈയിടെയായിട്ട് GI ടാഗ് ലഭിച്ച കേരളത്തിലെ വൃക്ഷം ഏതാണ്? നിലമ്പൂർ തേക്കാണ്. നിലമ്പൂർ തേക്ക്. ഓക്കെ, ഈയിടെ GI ടാഗ് ലഭിച്ച കേരളത്തിലെ വൃക്ഷം ഏതാണ്? നിലമ്പൂർ തേക്കാണ്. നിലമ്പൂർ തേക്കിനാണ് എന്ത് ലഭിച്ചത്? GI ടാഗ് ലഭിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ 2023 റിപ്പോർട്ടുകൾ പ്രകാരം
കേരളത്തിലെ ഏറ്റവും മലിനമായ നദികളിൽ ഒന്നാം സ്ഥാനത്ത് ഏത് നദിയാണ്? കല്ലായിപ്പുഴയാണ്. കല്ലായിപ്പുഴ. അപ്പം കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? കല്ലായിപ്പുഴയാണ്. കല്ലായിപ്പുഴ. മുമ്പ് പെരിയാറായിരുന്നു, ഇപ്പോൾ ഏതാണ് നദി? കല്ലായിപ്പുഴയാണ് കേട്ടോ. കേന്ദ്ര മലിനീകരണ ബോർഡ് നിയന്ത്രണ ബോർഡിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദിയാണ് കല്ലായിപ്പുഴ. നീതി ആയോഗിൻ്റെ 2024 സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ കേരളവും ഉത്തരാഖണ്ഡും ഒന്നാം സ്ഥാനത്തെത്തി. നീതി ആയോഗിൻ്റെ 2024 സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളവും ഉത്തരാഖണ്ഡും. അപ്പോൾ ഇങ്ങനെ വേണം ചോദിക്കാം. നീതി ആയോഗിൻ്റെ 2024 സുസ്ഥിര വികസന സൂചികയിൽ ഉത്തരാഖണ്ഡിനോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ്? കേരളം. തിരിച്ചും ചോദിക്കാം, കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ, കേരളത്തിനും ഉത്തരാഖണ്ഡിനും ഒന്നാം സ്ഥാനമാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. സുസ്ഥിര വികസന ലക്ഷ്യസൂചിക ഒന്നാം സ്ഥാനത്താണ്. ഏതൊക്കെ? കേരളവും ഉത്തരാഖണ്ഡും. കേരളം തുടർച്ചയായി 4ാം തവണയാണ് ഒന്നാം സ്ഥാനത്തെത്തുന്നത്. കേരളം തുടർച്ചയായിട്ട് എത്രാമത്തെ തവണയാണ് ഒന്നാം സ്ഥാനത്തെത്തുന്നത്? 4ാമത്തെ തവണയാണ് ഒന്നാം സ്ഥാനത്തെത്തുന്നത്. തമിഴ്നാടിനാണ് 2ാം സ്ഥാനം, ബീഹാറാണ് ഏറ്റവും പിന്നിൽ. അപ്പോൾ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം ഏതാണ്? അത് ബീഹാറാണ്. 2ാം സ്ഥാനം ആർക്കാണ്? തമിഴ്നാടിനാണെന്ന് ആലോചിച്ച് വെച്ചേക്കാം. 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് നീലു എന്നു പേരുള്ള പൊന്മാൻ. നീലു എന്ന പൊന്മാനാണ് 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. നീലു എന്ന പൊന്മാൻ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണിത്? കേരളം. അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? അമീബിക് മസ്തിഷ്ക ജ്വരം കേട്ടോ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ മറ്റൊരു പേരാണെന്ത്? അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ്. അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ്. എന്ന് അറിയപ്പെടുന്ന ഈ രോഗത്തിന് കാരണമായിട്ടുള്ള രോഗകാരി ഏതാണ്? നെഗ്ലേറിയ ഫൗലേറിയാണ്. നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് കേട്ടോ. അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുവാണ് നെഗ്ലേറിയ ഫൗലേറി. എന്തൊക്കെയാണ് പോയിന്റാണ് പറഞ്ഞേ? അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ യഥാർത്ഥ പേരെന്താ? മറ്റൊരു പേരെന്താ? അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്നാണ്. ഈ രോഗത്തിന് കാരണമായ രോഗകാരി ഒരു അമീബയാണ്, നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബ. ഓക്കെ, അപ്പോൾ നിലമ്പൂർ തേക്കിന് GI ടാഗ് ലഭിച്ചു. കേന്ദ്ര മലിനീകരണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി കല്ലായിപ്പുഴ. നീതി ആയോഗിൻ്റെ 2024 സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഒന്നാം സ്ഥാനം കേരളം, ഉത്തരാഖണ്ഡ്. 2ാം സ്ഥാനം തമിഴ്നാട്. ഏറ്റവും പിന്നിൽ ബീഹാർ. 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം നീലു എന്നു പേരുള്ള പൊന്മാനാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ മാർഗരേഖ തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്നറിയപ്പെടുന്ന ഈ രോഗത്തിന് കാരണമായ രോഗകാരി നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുവാണ്. പോയിന്റുകളെല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്ക് മറ്റുമായി ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്